സംഘർഷസ്ഥിതി പൂർണ്ണമായി മാറിയിട്ടില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആം ആദ്മി പാർട്ടി പ്രവർത്തകരെ ഇപ്പോഴും കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മാത്രവുമല്ല, കുറച്ച് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ പ്രതിഷേധം ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ ഏതാണ്ട് 10 മിനിറ്റ് നേരമായി സമ്പൂർണ്ണമായി സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു ITOയിലെ ഗതാഗതം. ആ ഗതാഗതം ഇപ്പോൾ ഭാഗിക്കാൻ കഴിഞ്ഞിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഡൽഹി മന്ത്രിസഭയിലെ പ്രധാനി അതിഷിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയിരിക്കുന്നു. അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും. അതിഷിക്കൊപ്പം ഏതാണ്ട് 100ഓളം വരുന്ന ആം ആദ്മി പാർട്ടി പ്രവർത്തകരാണ് ഇവിടെ പ്രതിഷേധവുമായി എത്തിയത്. ആദ്യം BJP ആസ്ഥാനത്തേക്ക് പോകുമെന്നാണ് അറിയിച്ചതെങ്കിലും അവർ നേരെ ITOയിലേക്ക് വരികയായിരുന്നു. ITOയിൽ നിരവധി ആം ആദ്മി പാർട്ടികൾ പ്രവർത്തകരെത്തി. അവരെ നയിച്ചാണ് അതിഷിയും സൗരവ് ഭരദ്വാജും ഇവിടേക്ക് വന്നത്. ആ സംഘത്തെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം ഇപ്പോൾ ഇവിടെ മറ്റൊരു സംഘം ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ITOയിലേക്ക് തന്നെ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മെട്രോ സ്റ്റേഷന്റെ സമീപത്ത് നിന്നെത്തിയ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നഗരത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിച്ചു. അവരെ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് ബലം പ്രയോഗിച്ച് കൊണ്ടുപോകുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. സംഘർഷ ഭൂമിയായി മാറുകയാണ് ഡൽഹി നഗരം. അവരുടെ ആം ആദ്മി പാർട്ടിയുടെ ഏറ്റവും സമുന്നതനായ നേതാവിനെയാണ് ഇന്നലെ രാത്രി വീട്ടിലെത്തി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയത്. ആം ആദ്മി പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാവിനെയും കസ്റ്റഡിയിലെടുത്ത് പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞ 1 വർഷമായി അദ്ദേഹം ജയിലിലാണ്. എന്തായാലും ഇത് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ്, പ്രതിപക്ഷ ശബ്ദത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് എന്ന ആരോപണം ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യവും ഉന്നയിക്കുന്നുണ്ട്. ആ ഘട്ടത്തിലാണിപ്പോൾ അതിശക്തമായ സമര പരമ്പരകൾക്ക് ഡൽഹി സാക്ഷ്യം വഹിക്കുന്നത്. നഗരത്തിലെ ITOയിലെ ഗതാഗതം താറുമാറായി പോയിരിക്കുന്നു. അതിശക്തമായ പ്രതിഷേധമാണ് ആം ആദ്മി പാർട്ടി പ്രവർത്തകർ നഗരത്തിൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. उसे हर आम आदमी पार्टी के हर एक MLA को इस वक्त डिटेन किया जा रहा है और हमारा कसूर ये है कि हमने एक चौथी फेल राजा को बोला कि तुम चौथी फेल राजा हो। अरविंद केजरीवाल നേതാക്കളെയൊക്കെ അവിടെ നിന്ന് ഈ ITOയ്ക്ക് മുന്നിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഡൽഹി പോലീസ്. പക്ഷേ പിന്നെയും പ്രവർത്തകർ പല ഭാഗത്തു നിന്ന് അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരെയും അവിടെ നിന്ന് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഡൽഹി പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മന്ത്രി അതിഷി അറസ്റ്റിലായിട്ടുണ്ട്. തലസ്ഥാനത്ത് സംഘർഷഭരിതമാണ് കാര്യങ്ങൾ. ഇന്നലെ മുതൽ തന്നെ പല ഭാഗങ്ങളിലും നിരോധനാജ്ഞ അടക്കം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് രാവിലെ BJP ആസ്ഥാനത്തേക്ക് പ്രതിഷേധമുണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത്. പക്ഷേ ITOയിലേക്കാണ് പ്രതിഷേധ മാർച്ച് നീങ്ങിയത്. വലിയ രീതിയിലുള്ള ഗതാഗത തടസ്സമുണ്ടായി. ഇതേ തുടർന്നാണ് ഡൽഹി പോലീസ് ഇപ്പോൾ പ്രവർത്തകരെയും നേതാക്കളെയും മന്ത്രിമാരെയും ഒക്കെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരിക്കുന്നത്.